ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ലോഗ്. ഇത് നമുക്ക് നമ്മളെ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കട്ടോ. ഇന്നും പൂക്കളൊക്കെ കണ്ട് തുടങ്ങിയാലോ നമുക്ക്. ഇന്നും ഈവനിങ്ങിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ചെടികൾ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. കനകാംബരവും ബോഗൺവില്ലയും കാറ്റ്സ് ക്ലോ അങ്ങനെ കുറേ ചെടികൾ കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ചെയ്യട്ടെ എത്തിയിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ തന്നെ 5:30 ആയിക്കണു. രാത്രി ആവാനായിട്ട് ലൈറ്റൊക്കെ കുറയൽ തുടങ്ങി. ഇത് കനകാംബരത്തിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. ഇത് നിറച്ച് പൂവുണ്ടായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിണ്ടുമ്മൽ 3-5 ചട്ടിയിലാക്കിയിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് പൂക്കളുണ്ടാകുമ്പോൾ അത് നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല കുറച്ച് വലിയ ഇങ്ങനെ നീണ്ടു പോവില്ല. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ, നല്ല വൃത്തി ഉണ്ടാവും ഇത് വെച്ചാൽ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ബോഗൺവില്ലൊക്കെ നീണ്ടു പോയിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ പൂവുണ്ടാകുമ്പോൾ ഒക്കെ നല്ല കാണാനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി നിർത്തുകയാണ്. ഒക്കെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോയിക്കണം കേട്ടോ. പിന്നെ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്കൊക്കെ ചെരിഞ്ഞ് പോവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ വിചാരിച്ച്. കട്ട് ചെയ്തിട്ടാണെങ്കിൽ കിട്ടണമില്ല, ഒക്കെ കട്ടി കൂടിയേക്കണം. ഈ ചെമ്പരത്തിയൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ വിചാരിച്ചു കേട്ടോ. ചെമ്പരത്തിയൊക്കെ നീണ്ടു പോയിട്ടുണ്ട്. നീണ്ടു പോയിട്ട് മേലെ മുട്ടൊക്കെ ഉണ്ട് ചിലതിനൊക്കെ. ഒരു ചെമ്പരത്തിക്ക് എളുപ്പമൊരു കേട് വരും. അപ്പോൾ ഞാനൊരു മരുന്ന് അടിച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് നേർന്ന് നിൽക്കും. മറ്റേതൊരു പുഴുക്കേട് ഉണ്ടാവും ഇതിന്. അപ്പോൾ അതൊക്കെ വേഗം വേഗം കട്ട് ചെയ്യാണ്. ഓറഞ്ച് തെച്ചിയൊക്കെ പൂക്കൽ തുടങ്ങിയിട്ടോ. ഇത് തെങ്ങിൻ്റെ ചോട്ടിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തെങ്ങുമ്പോൾ എന്തെങ്കിലും വീണിട്ട് അതിൻ്റെ കൊമ്പ് എപ്പോഴും പൊട്ടിപ്പോകും. ബോഗൺവില്ലൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ വിചാരിച്ചിട്ട് ഇത് വൈറ്റ് കളറുള്ള ബോഗൺവില്ലയാണ്. ഇതിൻ്റെ വേറെ കടിയിൽ കൂടെ പോയി ആ മണ്ണിലായിട്ട് ഇത് ഇങ്ങനത്തെ ഒന്നായിട്ട് വളർന്നിട്ട് ആകെ ഒരു വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടട്ടെ വിചാരിച്ചിട്ടാണ് വന്നത്. ഇത് മാൻഡിവില്ലയാണ് കേട്ടോ, യെല്ലോ കളറ്. വൈറ്റും റോസൊക്കെ ഞാൻ വാങ്ങിനു കേട്ടോ, റെഡ് കളറൊക്കെ. അതിൻ്റെ പൈസ പോയി, അത് ഫുള്ള് പോയി. ഈ യെല്ലോ കളറ് പിന്നെ വേഗം ഉണ്ടാവും തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കാറ്റ്സ് ക്ലോൻ്റെ അടുത്തേക്ക് വന്നതാണ്. കണ്ടില്ലേ, ഒക്കെ ആകെ വളർന്ന് വൃത്തികേടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ മാരിക്ക് വാങ്ങി കൊടുക്കാൻ അയക്കണം കേട്ടോ. അതാണ് ലൈറ്റൊന്നുമില്ല, ഇരുട്ടായി തുടങ്ങി. വേഗം വേഗം വെട്ടി പോരുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യാൻ നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം. എന്താ വെച്ചാൽ അവർ വരട്ടെ എന്ന് എഴുതിയിട്ട് നമുക്കൊരിക്കലും ഒക്കെ മാറ്റി വെക്കേണ്ട ഒരാവശ്യമില്ല. നമുക്കിതിനൊക്കെ ഒരു മനസ്സുണ്ടായാൽ മതി. ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്ത് തീർക്കാം. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതൊന്നും ഒരു ഭാരമല്ല കേട്ടോ. ഇഷ്ടമല്ലാതെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ ജോലി ഭാരമായിട്ട് തോന്നല്. നമ്മൾ സ്ത്രീകൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതൊക്കെ നിസ്സാരമാണല്ലേ. ഞാൻ ഇവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ എനിക്ക് ഉഷാറാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ വീട് നമുക്ക് സ്വർഗ്ഗമാണല്ലോ. അപ്പോൾ അവിടെ എന്ത് ജോലി ഉണ്ടെങ്കിലും കഴിയണതാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും കേട്ടോ. എന്നെക്കൊണ്ട് കഴിയാത്തതിന് ഞാൻ ആരെങ്കിലുമൊക്കെ വിളിച്ച് ചെയ്യിക്കുകയുള്ളൂ. ഒരുവിധം കഴിയണതാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ പഠിപ്പുരമുള്ള കാറ്റ്സുകളൊക്കെ ഞാൻ വെട്ടി റെഡിയാക്കിയിട്ടോ. ഒരു ഭാഗം ഇനി മറ്റേ ഭാഗം ഉണ്ട്. അപ്പോഴത്തേന് ഇരുട്ടായി. അപ്പം ഇനി നാളെ ചെയ്യുക കരുതി ഞാൻ. ഇനി മറ്റേ ആർച്ച് മാതിരിയുള്ള അതും കൂടി ഒന്ന് വൃത്തിയാക്കട്ടെ എഴുതിയിട്ട് അവിടെ വന്നതാണ്. അപ്പം അതും കൂടി വൃത്തിയാക്കിയാൽ പിന്നെ അടിച്ച് വരിയിട്ടാൽ മതിയല്ലോ. നമ്മളെ കൊണ്ടൊന്നും കഴിയൂല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ പിന്നെ നമുക്കൊന്നും കഴിയൂല. ഞാനൊക്കെ എത്ര വയ്യാണ്ട് ഇങ്ങനെ കിടക്കുകയാണേലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാർഡൻ വീഡിയോ കാണുന്നതാണ് കേട്ടോ. ഞാൻ അധികം എൻ്റെ ഫോണിൽ സെർച്ച് ചെയ്യുക ഗാർഡൻ വീഡിയോ ആണ്. എനിക്ക് കാണാൻ ഇഷ്ടമാണ് അതുകൊണ്ട്. അപ്പോൾ ചിലതൊക്കെ കണ്ടാൽ ഞാൻ ഇത്ര വയ്യാണ്ട് ഞാൻ വയ്യാന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ അപ്പോൾ ഓടിപ്പോയിട്ട് ഞാൻ പിന്നെ ചെടികൾ മാറ്റി കുഴിച്ചിടും, മാറ്റി വെക്കും, ഒക്കെ ചെയ്യും കേട്ടോ. ഗാർഡൻ വീഡിയോ കണ്ട് എനിക്ക് കാണാനൊന്നും ബാക്കിയില്ല. ഇനി അങ്ങനെ ഞാൻ ഫുള്ള് എടുത്ത് കാണും കേട്ടോ ഗാർഡൻ വീഡിയോ. എനിക്കത് കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിനെയും വെട്ടിക്കാണ്ട് ഒരു വിധമൊക്കെ വൃത്തിയാക്കിയിരിക്കണം കേട്ടോ.
ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ. താങ്ക് യു.